കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Welcome to Nolta and Devon co-present Ondannu Ruji, co-powered by Gold Winner and Sun Tips. Special partner Amion, dairy partner Paishi Milk Products and our interior design partner Psycho Designs. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യമുന റാണി പ്രത്യേകതരം ഓംലെറ്റ് ആണ്. അത് കൊറിയൻ വിഭവമാണ്. ഒരു ഓംലെറ്റ് എന്ന് പറയാൻ തുടങ്ങിയെങ്കിലും കപ്പലണ്ടി മുതൽ 100 ഐറ്റം ഉണ്ട്. ചെയ്യാൻ താല്പര്യമുള്ള വേഷങ്ങൾ എന്തൊക്കെയാണ്? എന്നെ അറിയാവുന്നവർക്കറിയാം, എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ ചെയ്യും. ഇവർക്ക് ആർക്കും ചോറൊന്നും വലിയ താല്പര്യമില്ല ഈ പിള്ളേർക്ക്. എനിക്കാണെങ്കിൽ ചോറും മീൻകറിയും ഒരു കപ്പയും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊരു ഈവനിങ് സ്നാക്സ് ആണ്, വേണമെങ്കിൽ ഒരു ഡിന്നർ ആക്കാം. നമസ്കാരം കൂട്ടുകാരെ, ഒന്നൊന്ന് രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്നും ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ നിങ്ങളെല്ലാവരും അറിയും, കുടുംബ പ്രേക്ഷകർ പ്രത്യേകിച്ചും. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട യമുന റാണി, സ്വാഗതം. നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങള്. പിന്നെ ചേട്ടനെ കുറച്ച് കാലമായിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് കാണണമെന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടുകാരാണ്, ആദ്യമായിട്ടാണ് സ്വന്തം നാട്ടുകാരൊരാളായിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കുറെ വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ. ആദ്യം തന്നെ എന്ത് സംഭവം ഉണ്ടാക്കാൻ പോകുന്നേ? അത് നമ്മുടെ സാധാരണ ഒരു ഓംലെറ്റ് ആണ്. ഓംലെറ്റ് ആണ്, കൊല്ലംകാരാണ്. ഓംലെറ്റ് എന്ന് പറഞ്ഞെങ്കിലും അതൊരു പ്രത്യേകതരം ഓംലെറ്റ് ആണ് ആയിരിക്കുമല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അത് കൊറിയൻ വിഭവമാണ്. ആക്ച്വലി ദാറ്റ് ഈസ് എ കൊറിയൻ. കൊല്ലത്തുകാരി ഒരാള്, ഞാൻ വിചാരിച്ചു വല്ല നല്ല അടിപൊളി മീൻകറിയോ വല്ല, അവിടെ കൊല്ലത്ത് കുറെ സീ ഫുഡൊക്കെ സ്പെഷ്യലാണെന്ന് അറിയാലോ. അപ്പോൾ ഒരു ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു ദേ കൊറിയൻ സംഭവമാണ്. അതിന്റെ കൂടെ ഒരു സാൻഡ്വിച്ചും. അതെ, സാൻഡ്വിച്ചും സിമ്പിൾ ആയ ഒരു രണ്ട് സാധനം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. സത്യം പറഞ്ഞാൽ ഞാൻ ആകെ ഡിസപ്പോയിന്റ് ആയിരുന്നു. എന്ത് ചേട്ടാ? നിങ്ങളൊരു ഓംലെറ്റ് എന്ന് പറഞ്ഞു വിചാരിച്ച് നീ കൂടിപ്പോയാൽ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. ഈ അടുത്ത സമയത്തൊന്നും ഇത്രയും ഈ ടേബിൾ നിറയുന്ന ഐറ്റം വന്നിട്ടില്ല. ഒരു ഓംലെറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയെങ്കിലും കപ്പലണ്ടി മുതൽ ഒരു ഉത്സവ കച്ചവടത്തിന് നമ്മൾ കൊണ്ടിരിക്കത്തില്ല, അതേപോലെ വളയൊക്കെ വെച്ചേക്കുന്ന പോലെ ഒരു 100 ഐറ്റം ഉണ്ട്. എന്തോ അടിപൊളി സംഭവം. അല്ല, നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൊറിയയിലൂടെ പോയി ഇത് കഴിക്കാൻ? കൊറിയയിലൊന്നും പോയതല്ല. പിന്നെ എൻ്റെ ഇളയ മോള് ചെയ്ത് വീട്ടില് BTS കണ്ട് ഭ്രാന്താണ്. 2 മക്കളും ഭ്രാന്താണ്. ഇളയാള് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് കൂടുതലാണ്. ഇതൊന്ന് മിക്കവാറും ചേട്ടനെയൊക്കെ വെട്ടിച്ച് ചില ഷെഫ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഡെയിലി ഓരോ ഈ യൂട്യൂബൊക്കെ കണ്ടിട്ട് കൊറിയൻ ഫുഡ്സ് ഉണ്ടാക്കലാണ് മെയിൻ പണി. അങ്ങനെ അവൾ ഉണ്ടാക്കി തന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു സാധനമാണ് ഞാൻ. അപ്പൊ ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരെന്ന് വെച്ചാൽ റോൾഡ് പീനട്ട് മസാല ഓംലെറ്റ് ആണ്. ഓ, അപ്പൊ ആദ്യം എന്താണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നോ ഓംലെറ്റ്? നമുക്ക് രണ്ടും കൂടെ ഉണ്ടാക്കാം. ചേട്ടാ എന്നെ ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും. യെസ് പ്ലീസ്. അതിന്റെ ഇടയ്ക്ക് ഇത് ഇത്രയും വലിയ സാധനം ഉണ്ടാക്കുന്നതിന്റെ കഥകളൊക്കെ പറയണം. പിന്നെന്താ, ഉറപ്പായിട്ടും പറയും. വലിയൊരു കഥ പറയാനുണ്ട്. ചേട്ടന്റെ പേരും ഞാനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ചേട്ടന്റെ ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് സുരേഷ് പിള്ള എന്നാണ്. സുരേഷ് പിള്ള. എന്റെ അപ്പൂപ്പന്, ഞങ്ങൾ ശരിക്കും കൊല്ലംകാരാണല്ലോ. കൊല്ലത്ത് കൺട്രോൺമെന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഹോസ്പിറ്റലിന്റെ അടുത്ത്. അവിടെ പണ്ട് എന്റെ അമ്മയുടെ അച്ഛൻ, എന്റെ മുത്തച്ഛന് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. ജനാർദ്ദനൻ പിള്ളയുടെ ചായക്കട എന്നാണ് അറിയപ്പെടുന്നത്. പിള്ളയുടെ കൊച്ചുമക്കൾ എന്നാണ് ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത്. ഇത് ഞാൻ പറയുന്ന ഒരു 10-20 വർഷം മുന്നത്തെ കഥയാണ്. അന്ന് എനിക്ക് തോന്നുന്നു കൊല്ലത്ത് ആകെ ഒരു 3 ഹോട്ടൽസേ ഫേമസ് ആയിട്ടുള്ളൂ ഒരുവിധം. ഒന്ന് ബായിസ് ഹോട്ടൽ, നെയ്ബേഴ്സാ. അപ്പൂപ്പനും ബായിസിലെ അപ്പൂപ്പനും ഫ്രണ്ട്സ് ആണ്. പിന്നെ ഒന്ന് നമ്മുടെ ആസാദ് ഹോട്ടൽ, അത് ഇപ്പോഴും ഉണ്ട്. ബാക്കി ബായിസ് എപ്പോഴും ഉണ്ട്, മക്കളൊക്കെ എടുത്തല്ലോ. അപ്പൊ നമുക്ക് മുട്ട എടുക്കാം. അപ്പൊ ഞാൻ ചേട്ട ഇത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു കണ്ടോ നമ്മുടെ കൊല്ലംകാർ ഒരു പിള്ളച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ ഫേസ്ബുക്ക് ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ മക്കളോടൊക്കെ പണ്ടേ പറയും, ഈ സിനിമ അല്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ അപ്പൂപ്പന് പണ്ട് ചായക്കടയായിരുന്നു. അപ്പൊ എനിക്കൊരു ഹോട്ടൽ ഇടണം. എന്നിട്ട് ഞാൻ പറയാം ഒരു പിള്ളാസ് കഫേന്നോ പിള്ളാസ്. സത്യം ഇതേ പറഞ്ഞു. അപ്പൊ ഇവരെന്നെ കളിയാക്കുവേ, എന്ത് ബിസിനസ് എന്നും പറഞ്ഞു പോയാലും അമ്മ അവസാനം ചായക്കടയിൽ വരും.
അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കളിയാക്കിക്കോ, ഇതിപ്പം നോക്കി കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാവർക്കും ഈ ചായക്കടയിലായിരിക്കും നോട്ടോ എന്ന് പറഞ്ഞ് കളിയാക്കും. ഞാൻ പറയും അതാണ് ഞാൻ പറയാൻ വന്ന പിള്ള എന്ന് കണക്ഷൻ ഉണ്ട്. ഭാവിയിൽ എവിടെയെങ്കിലും ഒരു പിള്ള റെസ്റ്റോറന്റ് ഉണ്ടാവും. ഒന്നുകൂടെ നമുക്ക് ഓക്കെ. കുരുമുളക്, കുരുമുളക്, പിന്നെ ക്യാബേജ്, പിന്നെ ഓണിയൻസ് ഇത്തിരി കൂടുതൽ ഇടണം. ഓക്കെ. പിന്നെ ഇത് നമ്മുടെ സ്വന്തം ഇഷ്ടമാണ് മല്ലിയിലേക്ക്. നമുക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളക്കാർക്ക് ഇത്തിരി സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരല്ലേ. അതെ. സ്പ്രിംഗ് ഓണിയൻസ്, ടൊമാറ്റോ. ഓക്കെ. നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പീനട്ട്, ക്രഷ് ചെയ്ത പീനട്ട്. ഓക്കെ. ഇത് നമ്മൾ കുറച്ചിടാം. ഇത് ബീറ്റ് ചെയ്ത് തരുന്നത് ചേട്ടൻ്റെ ജോലിയാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു, വറുത്ത കപ്പലണ്ടി നന്നായിട്ട് പൊടിച്ചത് ക്രഷ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുട്ട ഓംലെറ്റ് അടിക്കുന്നത് എല്ലാവരുടെ മിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പീനട്ട് ആയിരിക്കും, അതാണ്. അതെ. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി ഇത് ജസ്റ്റ് സാധാരണ ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയാൽ ബട്ടറിൽ. അപ്പോൾ അടുത്ത സാൻഡ്വിച്ചിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സാൻഡ്വിച്ച് നമുക്ക് ചിക്കൻ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. ടൊമാറ്റോ സോസ് എടുത്തു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്ത് ചിക്കൻ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെക്കും. ബോയിലല്ല, നമുക്കൊന്ന് ഡ്രൈ ആക്കി ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി സാൻഡ്വിച്ചിന് വേണ്ടി. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വിശേഷങ്ങൾ വേറെ അഭിനയത്തിൻ്റെതും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ ഇവിടെ കുക്കിംഗ് മാത്രം, കുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും കുളിക്കത്തില്ല. ബട്ടറിലാണ് അല്ലേ? വീട്ടില് ഇവർക്ക് ആർക്കും ചോറൊന്നും വലിയ താല്പര്യമില്ല ഈ പിള്ളേർക്കും. ഓക്കെ. എനിക്കാണെങ്കിൽ സത്യം ചോറും മീൻകറിയും പുളിശ്ശേരി ഇതെല്ലാം കൂടെ വേണ്ടിട്ട് ഒരു കപ്പയും സത്യം അത് എനിക്ക് കിട്ടിക്കഴിയും മാമ എന്ന് പറഞ്ഞ സത്യമാണ്. ചിക്കൻ സോയാ സോസും കെച്ചപ്പിലൂടെ മറിനേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറാണ്. അത് ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്ത് സാൻഡ്വിച്ചിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കേരളത്തിലെ ഞാനും എൻ്റെ ആളും അതിനകത്ത് ഹസ്ബൻഡൊക്കെ ആയിട്ട് ഒന്ന് തകർത്തായിരുന്നു. അത് എനിക്കൊരിക്കലും അതൊരു വലിയ ഒരു ഷോ ആയിട്ടല്ല ഫീൽ ചെയ്തത്. ആക്ച്വലി നമ്മളൊക്കെ എന്താണോ നമ്മൾ അത് തന്നെയാണ് അവിടെ, അല്ലാതെ ഒരു ഷോയ്ക്ക് വേണ്ടി എന്നുള്ള ഒന്നുമല്ല അവിടെ നടന്നത്. നമ്മൾ എന്താണോ അത് ഓപ്പണായി ജനങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിച്ചു എന്നുള്ളതാണ്. ഓ, ഇതിനകത്ത് തന്നെ അടുത്ത വയ്ക്കും, അങ്ങനെയാണോ? ഇതൊക്കെ കണ്ടോ, ക്രിയേറ്റീവായിട്ടൊക്കെയുള്ള ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി പിള്ളേരൊക്കെ കൊടുക്കണമെങ്കിൽ നോക്കിക്കോളി, എല്ലാം കണ്ടുപിടിക്കും. ചിക്കൻ ഇട്ടു. ഇത് സാധാരണ ജസ്റ്റ് പ്ലെയിൻ ചിക്കൻ അല്ലേ? ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് കുരുമുളക് പൊടി. ഇങ്ങനെ നമ്മള് അപ്പോൾ ഒരു ആദ്യം നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് സാധാരണ ചെയ്യുന്ന പോലെ ഓംലെറ്റ് ചെയ്തു. അതിനെ ഒന്ന് റോൾ ചെയ്തിട്ട് അതിനകത്ത് ചെറുതായിട്ട് ഷ്രെഡ് ചെയ്ത വൈറ്റ് ചിക്കൻ ജസ്റ്റ് ബോയിൽ ചെയ്ത ചിക്കനാണ്. ബ്ലാക്ക് പെപ്പർ മാത്രം അതിനകത്ത് ഇട്ടു. വീണ്ടും ആ മുട്ട ഒഴിച്ചു. അതിനെ റോൾ ചെയ്ത് കൊണ്ടുവരുവാണ്. യെസ്, അടിപൊളി. യെസ്, അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങ് എൻ്റെ അകത്ത് ചെയ്താൽ മതി. നമുക്ക് ഐഡിയ കിട്ടിയല്ലോ, സംഭവം കിട്ടി. എന്താ അടുത്ത വീണ്ടും 3rd റൗണ്ടാണ് ഇത്. പിന്നൊരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. കാരണം ഈ വെജിറ്റബിൾസും എല്ലാം ഉണ്ടല്ലോ, എല്ലാം നമുക്ക് വേണമെന്ന് എല്ലാം ഇതിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ. അതായത് ഇത് എന്താ സംഭവിച്ച ആദ്യം മതി, ഒന്നും വേണ്ട. അപ്പോൾ നാളെ തന്നെ ഒരു ബ്രെഡും ചിക്കനൊക്കെ വാങ്ങിച്ച് ഒരു കൊറിയൻ റോൾഡ് ഓംലെറ്റും ഗ്രിൽഡ് ചിക്കൻ സാൻഡ്വിച്ച് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. ഇതിലേക്ക് ഇനി ഇതിന് വേണ്ടി നമുക്ക് സാൻഡ്വിച്ചിൽ വെക്കാം. ചേട്ടൻ വളരെ ചെറുപ്പത്തിലേ കുക്കിങ്ങിനോട് താല്പര്യമായിരുന്നു അല്ലേ? കുക്കിങ്ങിനോട് കുറച്ച്. എങ്ങനെയാണ് ഈ കുക്കിങ്ങിലേക്ക് തിരിഞ്ഞത്? കുക്കിംഗ് ഇതുപോലെ ഒരു ജോലി ആവശ്യം എന്ന് വന്നപ്പോൾ ഇതിനകത്തൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. അല്ലാതെ കുക്കിങ്ങിനോടൊന്നും അതൊന്നും ഉണ്ടായിരുന്നു. ഭക്ഷണം ഇഷ്ടമായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ.
പിന്നെ അഭിനയത്തിന്റെ വിശേഷങ്ങൾ. അഭിനയം ഇപ്പം ഞാൻ സാധാരണ ചെയ്യാൻ താല്പര്യമുള്ള വേഷങ്ങൾ എന്തൊക്കെയാണ്? അയ്യോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്നെ അറിയാവുന്നവർക്കറിയാം എല്ലാ ക്യാരക്ടേഴ്സും ഞാൻ. നമ്മൾ ഈ തമാശയ്ക്കാണെങ്കിൽ പോലും ആ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു സാധാരണ മലയാളി ഇതൊക്കെ വല്ല വെസ്റ്റേണൊക്കെ ട്രാവലൊക്കെ ചെയ്ത് ഒരുപാട് പേർക്കൊക്കെ ഇത് അറിയായിരിക്കും. പക്ഷെ നമ്മുടെ സാധാരണ ഒരു കേരളത്തിലൊരു വീട്ടമ്മയ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്ത് വല്ലപ്പോഴും ഫാമിലിയിൽ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടായിരിക്കും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊരു ഈവനിങ് സ്നാക്സ് ആണ്, വേണമെങ്കിൽ ഒരു ഡിന്നർ ആക്കാം അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. നല്ല മണമുണ്ട്. ആകെ 2 ബ്രെഡേ ഉള്ളൂ, നിങ്ങൾക്ക് ആർക്കും തരില്ല. വേണമെങ്കിൽ പ്ലേറ്റ് ഒക്കെ വരും. ഓക്കെ, പരിപാടി കഴിഞ്ഞു. അപ്പോൾ പരിപാടി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. ഭയങ്കര അത് വേഗത്തിൽ. ഞാൻ വിചാരിച്ചു ഒരുപാട് സമയമൊക്കെ എടുത്തു, പക്ഷേ ഇത് അധികം സമയം എടുത്തില്ല. ഓംലെറ്റ് ഉണ്ടാക്കി, സെയിം ടൈം ചിക്കൻ മറിനേറ്റ്. നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത്. കൂടിപ്പോയി ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ അമേസിംഗ് ആയിട്ട് ഒരു വെറൈറ്റി സംതിങ് ന്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടേസ്റ്റിങ്ങിലേക്ക് പോവാം. ഞാൻ ആ ഒരു ഓംലെറ്റ് എടുത്തിങ്ങനെ, ഇത് ആ റോൾഡ് ഓംലെറ്റ് ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും കഴിക്കണം. ഭയങ്കര ഫ്ലേവേഴ്സ്. നമ്മൾ സാധാരണ ഓംലെറ്റ് കഴിക്കുന്ന പോലെ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും, ആ കപ്പലണ്ടിയുടെ ഫ്ലേവേഴ്സ്, അതുപോലെ പച്ചക്കറികൾ, ഫ്രഷ് ക്യാബേജ്, ക്യാരറ്റ്, ആ ഓണിയൻസിൻ്റെ ബൈറ്റ്സ്, അതെല്ലാം ഇതിനകത്തുണ്ട്. സോൾട്ട് ആൻഡ് പെപ്പർ, ചിക്കൻ. നിങ്ങൾക്കിതൊരു കംപ്ലീറ്റ് മീലാണ്. നോട്ട് എ സിമ്പിൾ ഓംലെറ്റ് അല്ല. ഇതൊരു കംപ്ലീറ്റ് ഒരു ഹെൽത്തി, ഒരു ഹോൾസം മീലായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ സാൻഡ്വിച്ചോടെ കഴിച്ച് അടിപൊളി. സോ എല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു കൊറിയൻ, ഇത് നമ്മൾ BTS വേണ്ടിയിട്ട് കേരളത്തിൽ നമ്മളങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും നമ്മളുടെ അടുത്ത് വന്നതിലും നമ്മുടെ ഒന്നൊന്ന രുചിയിൽ വന്ന് ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് കുറേ ഡിഷുകൾ ഞങ്ങൾ കുറേ എപ്പിസോഡ് ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും ക്രിയേറ്റീവ് വെസ്റ്റേൺ ആയിട്ടൊരു, അല്ല എല്ലാവരും നാടനാണ്. അറ്റംപ്റ്റ് കൊള്ളാം, അത് നന്നായിട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. അതെ, ഇത് നോൾട്ടയുടെ ഒരു പ്രീമിയം കുക്ക് വെയർ ആണ്. ഇത് യമുനയ്ക്കല്ല, ഇത് മോക്കുള്ളതാണ്. ഇതവിടെ വെക്കൂ. വേറെ 2 ഉണ്ട്. ഇത് യമുനയ്ക്കാണ്. ഒരു സാൻഡ്വിച്ച് എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമിയോൻ്റെ സാൻഡ്വിച്ച് മേക്കറാണ്. അതിനോടൊപ്പം ഡെവൻ്റെ കുറേ സ്പെഷ്യൽ കറി മസാല സ്പൈസസ് ആണ്. അപ്പം ഭയങ്കര സന്തോഷം. ഈ വരുന്ന കുറേ സിനിമകൾ അല്ലെങ്കിൽ കുറേ വേഷങ്ങളൊക്കെ വരട്ടെ. നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ നാട്ടുകാരായതുകൊണ്ട് പ്രത്യേകം പറയാൻ എനിക്ക് ഒരുപാട് സന്തോഷം ചേട്ടാ. ചേട്ടനെ നേരിട്ട് കാണാൻ പറ്റി, കൂടെ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ കിട്ടിയ ഒരു അവസരം. വലിയ സന്തോഷം. എന്താണ് ഒരു പ്രേക്ഷകരോട് ഒരു വാക്ക് പറഞ്ഞു? പ്രേക്ഷകരോട് വളരെ സന്തോഷം. കാരണം നിങ്ങളാണ് എൻ്റെ ശക്തി. എന്നും നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഇന്നും യമുന റാണി എന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നത്. അതെന്നും ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ മലയാളികൾ കഴിക്കാത്ത ഒരു സംഭവമാണ്. ഫിഷൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ഫിഷ് എന്ന് പറഞ്ഞാൽ ഒന്നീ കറി വയ്ക്കും, അല്ലെങ്കിൽ ഫ്രൈ ചെയ്യും. ഫ്രൈ ചെയ്യുകയാണെങ്കിൽ മുളക് പൊടിയും അങ്ങനെയൊക്കെയുള്ള കുറേ മസാലകളുടെ രുചിയാണ്. പക്ഷേ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ മീനൊക്കെ കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അത് മീനിൻ്റെ രുചിയാണ് അറിയാൻ വേണ്ടി എടുക്കുന്നത്. അതിപ്പോൾ മീറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടും, ഗ്രില്ല് ചെയ്യും, സ്റ്റേക്കൊക്കെ ആണെങ്കിൽ ഉപ്പും കുരുമുളകും മാത്രമാണ് ഇടുക. അപ്പോൾ ഉപ്പും കുരുമുളകും മാത്രം ഇട്ടാൽ എന്താണ് ഗുണം? അതിനകത്ത് ആ ഉപ്പും കുരുമുളകും എരിവിനും അല്ലെങ്കിൽ ആ സോൾട്ടും ടേസ്റ്റ് കിട്ടും. പിന്നീടുള്ളത് ആ ഫിഷിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗ്രില്ല് ചെയ്യുന്ന, ബട്ടറിൽ ഗ്രില്ല് ചെയ്യുന്ന, ഉപ്പും കല്ലുപ്പും ചതച്ച കുരുമുളകും ഇട്ട് ഗ്രില്ല് ചെയ്യുന്നൊരു ഫിഷാണ്. അതിൻ്റോടൊപ്പം തന്നെ ബട്ടറിനകത്ത് സോട്ട് ചെയ്ത ചീരയാണ്. നമുക്ക് ചീരയൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്നതാണ്. സാധാരണ നമ്മൾ ചീര കൊണ്ടാൽ ചീര തോരൻ വയ്ക്കും, അല്ല ചീരയുടെ പരിപ്പ് കറി വയ്ക്കും. ഇത് അതിനോടൊപ്പം തന്നെ നമുക്ക് സോട്ട് ചെയ്ത്, ജസ്റ്റ് വിൽട്ട് ചെയ്തെന്ന് പറയും, ജസ്റ്റ് വാട്ടിയെടുക്കുന്നതാണ്. ഒരു ബട്ടറിനകത്ത് ലേശം വെളുത്തുള്ളിയും സവാളയും കൂടെ ചേർത്ത് അതിനോടൊപ്പം വാട്ടിയ ചീരയിലയും ഗ്രില്ല് ചെയ്ത വൈറ്റ് പോംഫ്രറ്റാണ്. അപ്പോൾ വൈറ്റ് പോംഫ്രറ്റ് നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്ത് സീസൺ സമയത്ത് കിട്ടിയാൽ ഏറ്റവും ടേസ്റ്റുള്ളൊരു മീനാണ്. ജസ്റ്റ് നന്നായിട്ട് വരഞ്ഞു. അതിൻ്റെ വരയുന്ന മീൻ വരയുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ മീൻ വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലെ ക്ലീനൊക്കെ ചെയ്ത് വരഞ്ഞ് പാഡ് ഡ്രൈ ചെയ്ത്, കാരണം ഈ ഗ്രില്ല് ചെയ്യുന്ന ഫിഷിനകത്തൊക്കെ ജലാംശം ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ള തുണി വെച്ച് ഉപ്പി അതിൻ്റെ വെള്ളമെല്ലാം എടുത്തിട്ടാണ് നമ്മൾ മറിനേറ്റ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും കല്ലുപ്പാണ്. കല്ലുപ്പ് കുറച്ച് 2 സൈഡിലും ആവശ്യമുള്ള കല്ലുപ്പ് ഇട്ടു. കുരുമുളക്, ഈ കുരുമുളകും കല്ലുപ്പും കൂടി ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് അതിനകത്ത് ചേർത്ത് ഇടുകയാണ്. തിരിച്ചും അതുപോലെ
ഉപ്പും കുരുമുളകും കൂടെ നന്നായിട്ട് തിരുമി മീനകത്തൊക്കെ പിടിപ്പിച്ച് വെച്ചു. കുറച്ച് 10 മിനിറ്റ് ഇത് മറിനേറ്റ് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് ലേശം എണ്ണ, വെളിച്ചെണ്ണയല്ല, നോർമൽ ഏതെങ്കിലും ഒരു ഓയിൽ ഇതിനകത്ത്, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ പ്ലെയിൻ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഓയിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ കറക്റ്റ് മറിനേഷൻ ഫിഷിനകത്ത് ഉണ്ടല്ലോ. അപ്പോൾ ഫിഷിനകത്ത് ബ്ലാക്ക് പെപ്പറും സീ സോൾട്ടും നന്നായിട്ട് റബ്ബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലേശം എണ്ണ ഒഴിച്ച്. ഇത് മാത്രമാണ് ഇതിൻ്റെ മറിനേഷൻ. ഇനി ഫിഷ് നമുക്ക് ബട്ടറിനകത്ത് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ചീരയും സോട്ട് ചെയ്തെടുക്കാം. ഫിഷ് അങ്ങനെ ഒരു 10 മിനിറ്റ്സ് നമ്മൾ മറിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ നല്ലപോലെ സ്മോക്കായിട്ട് നല്ല ചൂടാവണം. ചൂടായിട്ട് ഇത് വേണമെങ്കിൽ ബട്ടറിൽ ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ ഗ്രില്ല് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് ഓവനൊക്കെ ഉള്ള വീട്ടിൽ ഓവനിലും ഒരു പ്രീ ഹീറ്റ് ചെയ്ത് 180 ഡിഗ്രിയിലായതിനു ശേഷം ഒരു 7 to 8 മിനിറ്റ്സിലൊക്കെ ഈ ഫിഷ് ഹോളായിട്ടും ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇന്ന് പാൻ ഫ്രൈ ആണ്. പാനിനകത്ത് നമുക്ക് ലേശം ബട്ടർ ഇട്ടു. ആ കല്ലുപ്പും ബ്ലാക്ക് പെപ്പറൊക്കെ അതിനകത്ത് ക്രഷായിട്ട് നല്ലപോലെ ചേർന്നിട്ടുണ്ട്. ഈ ഫിഷ് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ലേശം വെളുത്തുള്ളി ഈ ബട്ടറിനകത്തിട്ട് നമ്മൾ സോട്ട് ചെയ്യാനായിട്ടാണ്. ഞാൻ അതിനോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ ചീരയുടെ കാര്യം പറഞ്ഞു. ഇത് നമുക്ക് വേണമെങ്കിൽ സെയിം പാനിൽ ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് അതേ പാനിലിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ ഒരു പാനിൽ ജസ്റ്റ് ബട്ടറിനകത്ത് ചീരയുടെ തണ്ടും ഉള്ളി, വെളുത്തുള്ളി, ചീരയില്ല ജസ്റ്റ് വയറ്റി മാത്രം എടുക്കുകയാണ് അതിൻ്റെ കൂടെ ഫിഷിനോടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫിഷ് അങ്ങനെ ഒരു 2-3 മിനിറ്റ്സിൽ ഒരു ഈച്ച് സൈഡ്, ഇതിപ്പോൾ ഒരു പരന്ന മീനായതുകൊണ്ട് വേഗത്തിൽ കുക്കാവും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദശയുള്ള മീനാണ് വെള്ളയാകൂലി, നമുക്കറിയാം. വൈറ്റ് പോംഫ്രെറ്റ് അല്ലെങ്കിൽ സിൽവർ പോംഫ്രെറ്റ് എന്ന് പറയും. ഒരു 3 മിനിറ്റ് ഒരു സൈഡിൽ ഗ്രില്ല് ചെയ്തിട്ട് വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം അനദർ 3 മിനിറ്റ് കൊണ്ട് ആ ഫിഷ് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബട്ടറിലേക്ക് ലേശം വെളുത്തുള്ളി, അതുപോലെ കുറച്ച് ഓണിയൻസ്, സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ്. അതുപോലെ ചീനയുടെ തണ്ട് കുറച്ച് വേഗത്തിൽ വേവില്ല, അപ്പോൾ പെട്ടെന്ന് അതിനോടൊപ്പം തന്നെ ഒന്ന് വയറ്റിയെടുത്ത് അവസാനമാണ് ചീരയുടെ ഇല ഇടേണ്ടത്. ഇപ്പോൾ ബട്ടറിൽ വെളുത്തുള്ളിയും അതിൻ്റെ സൈഡ് മാത്രം ഗ്രില്ല് ചെയ്ത്, വേറെ മസാല ഒന്നുമില്ല, ഉപ്പും കുരുമുളകും മാത്രമാണ്. ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ഫിഷിൻ്റെ നമുക്ക് അതിൻ്റെ സ്കിന്ന് നേരിട്ട് കാണാൻ പറ്റും. നല്ല ക്രിസ്പിയായിട്ടാണ് ആ സ്കിൻ ഇരിക്കുന്നത്. നല്ല റോസ്റ്റായിട്ട് ഗ്രിൽ മാർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിഷൊക്കെ നല്ല ജ്യൂസി ആയിട്ട്, നമുക്കറിയാം ഒരുപാട് ഓവർ കുക്ക് ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീനിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല. നമ്മൾ പൊരിച്ചെടുത്ത് അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് ഡ്രീ ഫ്രൈ ആയിട്ട് കഴിക്കും, അല്ലെങ്കിൽ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറുക്കുമ്പോൾ മീനങ്ങ് മുരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ജ്യൂസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊരു മീൻ കുക്കാവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 7 മിനിറ്റ് മതി, 2 സൈഡും കൂടെ. അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് നമ്മൾ ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ദശയും അതിനോടൊപ്പമുള്ള ജ്യൂസും ആ മീനിൻ്റെ സ്വാദ് എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ ഉപ്പും കുരുമുളകും അതിൻ്റെ ടേസ്റ്റിനെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഉള്ളി ഇതേ ചെറുതായിട്ടൊന്ന് വഴറ്റി, അതുപോലെ ചീരയുടെ തണ്ടും ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്ത് കഴിയുമ്പോൾ ഇനി ഇവിടെ നമുക്ക് ആ സ്ലോ ഫയറിൽ ആ ഫിഷ് അവിടെ കുക്കാവുകയാണ്. ചീരയുടെ ഇലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വൃത്തിയായിട്ട് കഴുകിയതാണ്, ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അരിയണമെങ്കിൽ അരിഞ്ഞെടുക്കാം. ഇത് ആ ഇല ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ആവശ്യമുള്ള ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കും ലേശം ഇതിനോടൊപ്പം. ഈ ചീരയില വേഗത്തിൽ തന്നെ വാടി വരും. വെളുത്തുള്ളിയും ഉള്ളിയും സോൾട്ട് ആൻഡ് പെപ്പർ മാത്രമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ടും ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലേശം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഒരല്പം ബട്ടർ. അങ്ങനെ നമ്മുടെ ചീരയില റെഡിയായി. 5 മിനിറ്റ് കൊണ്ട് ചീരയിൽ ഗ്രില്ല് ചെയ്ത ഫിഷും ബട്ടറിലാണ് നമ്മളിത് കുക്ക് ചെയ്തത്. നേരെ ഈ ചീരയില വഴറ്റിയെടുത്ത് അതിലേക്ക് ഈ ഗ്രില്ല് ചെയ്ത ഫിഷ് പറഞ്ഞിവിടെ വെച്ചു. സാൾട്ട് ആൻഡ് പെപ്പർ ഗ്രിൽഡ് പോംഫ്രെറ്റ് വിത്ത് വിൽട്ടഡ് സ്പിനച്ച്. ഇപ്പോൾ ചീരയാണ്. ചീര ബട്ടറിനകത്ത് വെളുത്തുള്ളിയും
സവാളയുള്ളിയും ഉപ്പും കുരുമുളകും ഇട്ട് വഴറ്റി അതിനോടൊപ്പം തന്നെ വളരെ സിമ്പിൾ കല്ലുപ്പും കുരുമുളകും മാത്രം ഗ്രില്ല് ചെയ്ത് ഇത് ആ ഫിഷിൻ്റെ സ്വാദ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫിഷ് എന്താണ് അതിൻ്റെ രുചി ശരിക്കുള്ള അറിയാൻ. ഇനിയിപ്പോൾ അയലയായാലോ മത്തിയായാലോ നെയ്മീനായാലോ കരിമീൻ പോലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗ്രിൽ പോംഫ്രെറ്റ് റെഡി. താങ്ക് യു സോ മച്ച്.